3500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ ചർച്ചയ്ക്കായി കിറ്റെക്സ് സംഘം അല്പസമയത്തിനകം ഹൈദരാബാദിലെത്തും. തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രി കെ.ടി. രാമറാവുമായി കിറ്റെക്സ് എം.ഡി. സാബു എം. ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ചർച്ച നടത്തും. സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതല്ലെന്നും ആട്ടിയോടിക്കുന്നതാണെന്നും ഹൈദരാബാദിലേക്ക് തിരികെ മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് സാബു പറഞ്ഞു. എത്ര കാലം നമുക്ക് ഒരാൾക്ക് ഈ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയുമൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കാൻ സാധിക്കും? പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ പിതാവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേരളത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പോകുന്നതല്ല, എന്നെ ആട്ടി ഓടിക്കുന്നതാണ്, ചവിട്ടി പുറത്താക്കുന്നതാണ്. കേരളത്തിൽ ഒരു വ്യവസായിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. കേരളം മാറണം, ചിന്തിക്കണം. 53 വർഷമായിട്ട് കേരളത്തിലൊരു വ്യാവസായിക ചരിത്രം വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യവസായിയുടെ അവസ്ഥയാണിതെങ്കിൽ നമ്മൾ ആലോചിക്കണം. 10,000-ഉം 20,000-ഉം ഒക്കെ മുടക്കി അവൻ്റെ ജീവിതം തന്നെ പണയം വെച്ച് ബിസിനസ് നടത്തുന്നവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഡാനി പോൾ വിവരങ്ങൾ നൽകും. ഒപ്പം ന്യൂസ് 18 തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയ് തിവാരിയും ഈ ചർച്ചയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്കായി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായി തെലങ്കാനയ്ക്ക് തിരിച്ചു കഴിഞ്ഞു. വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ആട്ടിപ്പായിക്കുകയാണ്, താൻ മനസ്സോടെ പോകുന്നതല്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു സംവിധാനമൊരുക്കി തെലങ്കാന ഗവൺമെന്റ് അദ്ദേഹത്തെ അങ്ങോട്ട് സ്വകാര്യ ജെറ്റിലടക്കം വിളിക്കുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഏതാണ്ട് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു തന്നെയാണ് പോകുന്നത് എന്ന് വേണ്ടേ കണക്കാക്കാൻ? അല്പസമയം മുമ്പാണ് തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്താൻ സാബു എം. ജേക്കബ് തെലങ്കാനയിലേക്ക് തിരിച്ചത്. അല്പസമയത്തിനും അദ്ദേഹം അവിടെ എത്തും എന്ന് മനസ്സിലാകുന്നു. തന്റെ ഇഷ്ടപ്രകാരം പോകുന്നതല്ല എന്ന് സാബു എം. ജേക്കബ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. തന്നെ ആട്ടിയോടിക്കുന്നതാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഡാനി പോൾ ചെയ്തു. ഡാനി, എന്റെ ചോദ്യം കേട്ടെങ്കിൽ മറുപടി. ഡാനി, ഈ നേരത്തെ വിമാനത്താവളത്തിൽ വെച്ച് സംസാരിച്ച സാബു എം. ജേക്കബ് കൃത്യമായി പറഞ്ഞത് തന്റെ മനസ്സോടെ പോകുന്നതല്ല. ഇത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കി അവിടെ ഒരു സർക്കാർ അദ്ദേഹത്തെയും 6-അംഗ സംഘത്തെയും കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് നിശ്ചയിച്ചുറപ്പിച്ച യാത്ര തന്നെയല്ലേ അത്? തീർച്ചയായും രഞ്ജിത്ത്. കാരണം ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് സംബന്ധിച്ച്, ഈ വ്യവസായ നിക്ഷേപം സംബന്ധിച്ച് നിശ്ചയമായും ഒരു അന്തിമ തീരുമാനം, അതിൽ ഒരു അന്തിമ ധാരണയെങ്കിലും അതിൽ ഉണ്ടാകും. അതിന്റെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ നീണ്ടേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം അവിടെ മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രിയുമായും നേരിട്ട് ചർച്ച നടത്തുന്നു. മുതൽ മുടക്കേണ്ട വ്യക്തിയും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയിലെ തന്നെ ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ അവർക്ക് ആ ഒരു മേശയ്ക്കിരുപുറമിരുന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങുമ്പോൾ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉടൻ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സാബു ജേക്കബിനും അത് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഇത്തരം ഒരു കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുകയുമില്ല. ഈ നിക്ഷേപം സംബന്ധിച്ച് അത് വലിയ രീതിയിലൊരു വിവാദവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരുമായിട്ട് തന്നെ ഒരു വ്യവസായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപം അത് സംബന്ധിച്ച് ഇനിയും ചർച്ചകൾക്ക് ഇടമുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് എത്ര കണ്ട എന്ന സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷെ ഈ യാത്ര കൊണ്ട് തന്നെ ഉണ്ടായേക്കാം. കാരണം അത്തരം ഒരു തീരുമാനം വേഗത്തിൽ എടുത്തുകൊണ്ട് ഇത് പുറത്ത് സാധിക്കാൻ കഴിയും എന്ന സാബു ജേക്കബിനെ പോലുള്ളൊരു വ്യവസായിക്ക് തെളിയിക്കേണ്ട ഒരു ബാധ്യതയും അദ്ദേഹത്തിന് കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു യാത്രയിൽ തന്നെ ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു നിക്ഷേപ പദ്ധതി 3000 കോടിയിലധികം രൂപയുടെ ഒരു നിക്ഷേപ പദ്ധതി ഇത് സംബന്ധിച്ചൊരു ധാരണ ഈ യാത്ര കൊണ്ട് തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഏതാണ്ട് സൂചനകൾ ലഭിക്കുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ പാക്കേജുകൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുന്നിലുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഇത് തെളിയിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല തെലങ്കാനയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത്. വ്യവസായ നിക്ഷേപം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, അത്തരമൊരു സൗഹൃദ അന്തരീക്ഷത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തെലങ്കാനയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം സാബു ജേക്കബിനും തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിൽ ഒരുപക്ഷെ തീരുമാനമുണ്ടായേക്കും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. രഞ്ജിത്ത്, തെലങ്കാന ന്യൂസ് 18 തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയ് തിവാരിയും നമ്മോടൊപ്പം ചേരുന്നു. സഞ്ജയ് തിവാരി, ഹാസ് ദ കിറ്റെക്സ് ടീം അറൈവ്ഡ്? വെൻ വിൽ ദ ഡിസ്കഷൻ ബിഗിൻ?
Yes, the MD of Keytex Group, Mr. Sibu M. Jacob has arrived here in Hyderabad at Begumpet Airport for 2-day visits. So, I mean, here is the team. You can see we are giving this picture from the Begumpet Airport, Hyderabad, and this team is here, and they will go to ITC Kakatia. Hello, Mr. Sibu. Sir, Mr. Jacob. Yeah. Mr. Jacob, so you are here in Hyderabad. So many people of different states have visited you to invite you. Now you are here in Hyderabad. Yes. What expectation you have? See, we are going to discuss, on the invitation we came here, we are talking about, big project. So only after discussion with the ministers and, all the officials, I can tell you something. Sir, it is a 2-day visit. I mean, Yes. Thank you. So Mr. Jacob is now. I mean, they are leading to the CM house, where the meeting is going to be happen, and within a few minutes, first they reach to Hyderabad after hotel. After his refreshment, they will reach to the Pragati Bhavan, the CM's residence, where the Industry and Commerce Minister, Mr. KT Rama Rao is waiting for him, and the meeting Okay, will Sanjay, were start. you able to speak Lunch to meeting government will officials? organize here. Do we know what are the offers given by the Telangana government to Keytex? Present at that meeting, and the focus is of Telangana government is to make this investment feasible, or for Telangana, and it will divert this investment towards the Telangana. Yeah. Okay, Sanjay, do you know what offers Telangana government given to Keytex? Ranjit, Can you hear me? can you repeat your question? Were you able to speak to the government officials? Yes. What are the offers given by Telangana government to Keytex? Actually, Ranjit, they are ready to offer the land where he want to make this, apparel and the industrial park. So Mr. Jacob and his team is in 2-day visits. They will stay here in Hyderabad for 2 days. Tomorrow afternoon they will leave Hyderabad. So in the meanwhile, after this meeting, probably they will visit a few places also, the suitable places, and they have the discussion. They would like to know from the government officials that what rebates they are going to offer them. And as of now, as we discussed with Mr. Jacob, exclusively they told to News 18 that they are very keen, they are very focused, and they are in a positive sign to and they have whatever the initial talks is happened between the Telangana government officials and the Keytex Group. Everything is fine, and now they are looking forward in that regard. Yeah. Okay, what are the salient features of Telangana's industrial policy? Is it okay for Keytex? Yeah, definitely. The Telangana actually the government is planning to invite huge investment in different sectors. Hyderabad is the hub of different multinational companies are here in IT sector, in drug pharmaceutical industry. So now the cotton industry would flourish here, and the huge employment will generate because of this investment if it is happen here in Hyderabad. So now the government is very positive in that regard, and the industrial policies are also made in this sense so that the investors can come and invest here in Telangana. The slogan which the Telangana government has given, that Bangaru Telangana. Bangaru means the golden Telangana. So their perspective is that the maximum investment should come to Hyderabad, and in that regard, if Keytex Group can ready to invest here, Okay, being a new state aspiring to develop, they will be keen to attract as many investors as possible, right? Yes, Rajiv. Okay, Mr. Sanjay, thank you for giving us all the exclusive inputs and visuals. We will keep coming back to you more on discussions. സാബു എം ജേക്കബ് പ്രതികരിച്ചിരുന്നു. നേരത്തെ സഞ്ജയുമായി, അദ്ദേഹത്തെ തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തെലങ്കാനയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ന്യൂസ് 18 ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ഇൻ്റർവ്യൂ നൽകിയത്, അഭിമുഖം നൽകിയത്. അതിലേക്ക്
talking about, big project. See, we are going to discuss, on the invitation we came here, we are talking about, big project. So only after discussion with the ministers and, all the officials, I can tell you something. ഏതായാലും തെലങ്കാനയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കാണ് അവിടുത്തെ സർക്കാർ പ്രതിനിധികളുമായുള്ള ചർച്ച. മന്ത്രിമാർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. തെലങ്കാന അയച്ച പ്രത്യേക വിമാനത്തിൽ 6 അംഗ സംഘമാണ് സാബു ജേക്കബിനൊപ്പം തെലങ്കാനയിൽ എത്തിയിരിക്കുന്നത്. ന്യൂസ് 18 തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയ് തിവാരി ഇതിന്റെ അപ്ഡേഷൻസ് നൽകിക്കൊണ്ടിരിക്കും. ഇനിയുള്ള ബുള്ളറ്റിനുകളിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വൽസും നമ്മൾ അത്തരത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നു. തെലങ്കാനയ്ക്ക് അവരുടെ ഒരു പുതിയ സ്റ്റേറ്റ് എന്ന രീതിയിൽ നിരവധിയായ നിക്ഷേപങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവർ ഈ സർക്കാർ തലത്തിൽ ഉള്ള ക്ഷണമുണ്ടാകുകയും സാബു ജേക്കബ് അവിടെ എത്തുകയും ചെയ്തു. ഡാനി ഇപ്പോൾ തുടരുന്നു. ഡാനി, ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി വരുന്നു. കിറ്റക്സ് ഒരുപക്ഷെ ആ തരത്തിൽ അവരുടെ നിക്ഷേപം തെലങ്കാനയിൽ തന്നെ തുടർന്നേക്കും, അങ്ങനെ വേണം കരുതാൻ, അല്ലേ? ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അങ്ങനെ തന്നെ വേണം കരുതാൻ രഞ്ജിത്ത്. കാരണം എല്ലാ സാഹചര്യങ്ങളും അതിന് അനുകൂലമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നിലപാടുകളും ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെ വരുന്നു. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നിലപാട് എന്നതിനേക്കാൾ അപ്പുറം അതിൽ ഒരു അനുതാപമായിട്ടെങ്കിലും ഒരു പ്രകടനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതും ഉണ്ടാകുന്നില്ല. യാതൊരു രീതിയിലും കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ആട്ടിപ്പായ്ക്കലാണ് സംസ്ഥാനത്ത് നിന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പോകുന്നത്. അത്രമാത്രം സങ്കടങ്ങൾ ഈ കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കിറ്റക്സ് MD ആയ സാബു ജേക്കബ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ ഒരു തീരുമാനം എടുത്ത് പോരുവാൻ തന്നെയുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം തെലങ്കാന സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രകടമായ ഒരു അഭിപ്രായമാണ്. കാരണം തെലങ്കാനയാണ് നിലവിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള, വ്യവസായങ്ങൾക്ക് കൂടുതൽ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷവും അനുകൂല സാഹചര്യമുള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അത് മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് വിവിധ രീതിയിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഓഫറുകളും അതിൽ പ്രകടമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കൂടുതലായിട്ട് തന്നെ സാധ്യതയുള്ളത്. മാത്രവുമല്ല, ഇന്ന് പോയിരിക്കുന്ന സംഘത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം, അതായത് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥർ ആ ഒരു വൃന്ദം അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പെട്ടെന്ന് തീരുമാനമെടുത്ത് പോരേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരു വ്യവസായി എന്ന രീതിയിൽ ഇത് ഇത്രയും കാലമുള്ള ഒരു സാബു ജേക്കബിന്റെ ഒരു മേൽവിലാസം എന്ന് പറയുന്നത് തന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് പടുത്തുയർത്തിയ ഒരു വ്യവസായ സ്ഥാപനം അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലം തൊട്ട് അത് കൂടുതൽ ഒരു വളർച്ചയിലേക്ക് വന്നിട്ട് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ സഹായിച്ചത് പൊതുവിലും തന്നെ അവരൊരു നിലപാടുകളും അതോടൊപ്പം തന്നെ അവർ അതിൽ നടപ്പാക്കിയ തീരുമാനങ്ങളും തന്നെയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഇതിൽ ഒരു പങ്കുവെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചർച്ച ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. മറ്റ് ചില വാർത്തകളിലേക്ക് പോയാൽ, ക്രൗഡ് ഫണ്ടിംഗ് നിരീക്ഷിക്കപ്പെടണമെന്ന് ഹൈക്കോടതി. ആർക്കും പണം പിരിക്കാമെന്ന അവസ്ഥ പാടില്ല. സർക്കാർ നിരീക്ഷണം വേണമെന്നും പണത്തിന്റെ ഉറവിടം പരിശോധിക്കപ്പെടണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചാരിറ്റി യൂട്യൂബർമാർ എന്തിനാണ് സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങുന്നതെന്നും കോടതി ചോദിച്ചു. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. കാരണം ഈ ക്രൗഡ് ഫണ്ടിംഗ് എന്ന പേരിൽ ചികിത്സയുടെയും മറ്റും പേരിൽ ഒരുപാട് പൈസ അത്തരത്തിൽ ആളുകൾ സംഭാവനയായി ചോദിക്കുന്നു. പലതും യഥാർത്ഥ കരങ്ങളിലാണോ എത്തുന്നത് എന്ന സംശയങ്ങൾ ഉടലെടുക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ അതെന്തായിരുന്നു, ഏത് തരത്തിലാണ്, എന്താണ് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ സജീവ ചർച്ചയിലുള്ള വിഷയമാണിത്. നന്മ മരങ്ങൾ എന്ന പേരിലൊക്കെ ആളുകൾ സ്വയം രംഗത്തെത്തുകയും അവർ വലിയ തോതിലുള്ള പണം പിരിക്കുകയും പിന്നീട് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ഇത് വീതം വയ്ക്കുന്നതിനെ ചൊല്ലി തർക്കങ്ങളും അടിയും വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള ഹൈക്കോടതിയുടെ വിലയിരുത്തലുകൾ ശ്രദ്ധേയമാകുന്നത്. ഏത് കാര്യത്തിനാണ് ഈ പണം ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് പണം വരുന്നത്, എന്തിനാണ് ഈ യൂട്യൂബർമാരും മറ്റും ചാരിറ്റിക്കായി സ്വന്തം പേരിലേക്ക് പണം വകമാറ്റുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ വേണം. പോലീസ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറയുന്നു. എന്തായാലും നേരിട്ട് ആളുകൾക്ക് ഈ പണം ആവശ്യമുള്ള ആളുകളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് വേണ്ടതെന്നും പറയുന്നു. എന്തായാലും അനീഷ്, ശരി, അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനും ഒരിക്കൽ കൂടി വരെ. ഇപ്പോൾ വീണ ജോർജ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണും തത്സമയം. പക്ഷേ ആ സ്ത്രീധന നിരോധന നിയമം നിലനിൽക്കുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ നമ്മുടെ പല പെൺകുട്ടികളും അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെതിരെയുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു അതിശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പൊ നമുക്കറിയാം 181 ഇത് പല ഇതിലേക്ക്
പല രീതിയിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് ഒരു സിംഗിൾ ഒരു ക്യാമ്പയിൻ പോലെ 181 എന്ന നമ്പറിലേക്ക് ഒരു സ്ത്രീ ഒരു ആവശ്യവുമായി വിളിച്ചാൽ, അത് ഏത് ആവശ്യവുമാകട്ടെ, അതൊരു ഗാർഹിക പീഡനമാകാം, മറ്റൊരു അതിക്രമമാകാം, അതല്ലെങ്കിൽ ഒരു കൌൺസിലിംഗ് സംബന്ധിച്ച കാര്യമാകാം, ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ അതിനൊരു പരിഹാരം കിട്ടുന്ന രീതിയിൽ, അത് പോലീസിലേക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, കൌൺസിലിംഗ് വേണ്ടതാണെങ്കിൽ അങ്ങനെ, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അതുപോലെ സ്വയം തൊഴിൽ സംരംഭം സംബന്ധിച്ച കാര്യമാണെങ്കിൽ അങ്ങനെ ഉള്ള ഒരു പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റ് ക്യാമ്പയിനായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിപ്പം യാഥാർത്ഥ്യമാകുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ആറന്മുള മണ്ഡലവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആറന്മുള മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അത് പൂർത്തീകരിക്കുക. മേജർ പ്രോജക്ട്സ് തന്നെയാണ് ഉള്ളത്, അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആരോഗ്യമന്ത്രിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരം DMO മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ എന്താ പറയുന്നത്, കൊതുകിന്റെ ബ്രീഡിംഗ് പ്ലേസസ് വില കൊടുത്ത് വീട്ടിനകത്ത് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു വലിയ അളവ് വരെ ഇവിടെ ചിക്കൻ ഗുനിയും ഡെങ്കുവും അതോടൊപ്പം ഇപ്പോൾ ഇതാ സിക്ക വൈറസും ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫീസുകൾ മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ എല്ലാം കൊതുകിൻ്റെ പ്രജനന കേന്ദ്രങ്ങളാക്കി മാറിയിരിക്കുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയം തികയുന്നില്ല കോവിഡ് കഴിഞ്ഞിട്ട്. അതോടൊപ്പം കൊതുക് വളരാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മളെ ഈ കൊതുജന്യ രോഗങ്ങളുടെ മൂർധന്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട്. നമ്മളെ ഊർജിതമായിട്ട് അതിനെ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം ഒരുപക്ഷെ ഒരു നിമിത്തം തന്നെ ആയിരിക്കണം. നമ്മളിത് ഏതാണ് പനിയെന്ന് തിരിച്ചറിയാതെ ഉഴലുന്നൊരു സമയത്ത് തന്നെയാണ് നമുക്ക് ഒരു ഗർഭിണിയിൽ വന്നതുകൊണ്ട് വളരെ സിക്ക എന്ന ലെവലിലേക്ക് ചിന്തിക്കുകയും അതിനെ കണ്ടെത്തലിനെ സഹായിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയും ഇനി നമുക്ക് വളരെ വലിയൊരു സ്ക്രീനിങ്ങിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഗർഭിണികളുടെയും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ക്രീനിങ്ങിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നിലവിൽ മെഡിക്കൽ കോളേജിൽ കിറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ലാബിലേക്കും NAV ആലപ്പുഴയിലേക്കും പരിശോധന ഉണ്ടാവും. അപ്പോൾ സംശയമുള്ള ഏതൊരാളെയും പരിശോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒട്ടും താമസിയാതെ എല്ലാവരെയും നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞേക്കും. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരിലുമല്ല, സംശയാസ്പദമായ എല്ലാവരിലുമാണ്. ഗർഭിണികൾക്ക് പല അസുഖങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഇനി സിക്കയും നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഇവരെല്ലാം ഏകോപിപ്പിക്കുന്ന ഏക ഘടകം അവരൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവരൊക്കെ താമസിക്കുന്നത് സിറ്റിയിലെ തന്നെ പല സ്ഥലങ്ങളിലേക്കായിട്ടാണ്. അപ്പോൾ ഒരു സ്ഥലം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു അനുഭവത്തിന് തന്നെ പറയാം, കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് തിരുവനന്തപുരം സിറ്റിയുടെ പല ഭാഗത്തു നിന്നും ഇമാതിരി പനിയും ശരീരവേദനയും അല്ലെങ്കിൽ കണ്ണു ചുവപ്പും അതോടൊപ്പം ശരീരത്തിൽ മുഴുവൻ റാഷസുമുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ കൺവെൻഷനലായിട്ട് ചിക്കൻ ഗുനിയ നോക്കി, ഡെങ്കിയുടെ ആൻറ്റിബോഡി നോക്കി, ഇതൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരിക്കും നമുക്കത് മനസ്സിലാകാതിരുന്നൊരു അസുഖമാണ്. അതാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഊർജിതമായി അതിൻ്റെ പരിശോധന നടത്തുന്നതാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, രോഗികളുടെ എണ്ണം നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. രോഗികളുടെ എണ്ണം ഒരു പ്രത്യേക ഗ്രൂപ്പിൽ വരുത്തുന്നത്, അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരിമാർ ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ ഗർഭത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിനെ ഒരു ഭയപ്പെടുത്തുന്ന ഏക ഘടകം. ബാക്കി ഒരു സാധാരണ ആളിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇതിനകത്തില്ല. നിലവിൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കേസ് കൺഫേംഡ് ആയെന്ന് പറയുന്ന കേസാണ്. ഒരു ഗർഭം കഴിഞ്ഞ കുട്ടി പ്രസവിച്ച് പോയി, അമ്മയ്ക്കോ കുഞ്ഞിനോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതോടൊപ്പം 19 ഈ ഒരു പ്രധാന സ്വകാര്യ ആശുപത്രിയിലെ 19 ജീവനക്കാരുടെ സാമ്പിളാണ് അയച്ചത്. അതിനകത്ത് 14 എണ്ണമാണ് പോസിറ്റീവായിട്ടുള്ളത്. തിരുവനന്തപുരം DMO ആണ് മാധ്യമങ്ങളെ കണ്ടത്. സിക്ക വൈറസുമായി ബന്ധപ്പെട്ട് ജാഗ്രത ശക്തമാക്കി കൂടുതൽ പരിശോധനകൾ നടത്തുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനിടെ സംസ്ഥാന സിക്ക വൈറസ് ബാധിതരുടെ എണ്ണം 15ആയി. 14 പേർക്ക് കൂടി രോഗം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെയാണിത്. വൈറസ് ബാധിച്ചവരെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. മറ്റ് ചില വാർത്തകളിലേക്ക്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 43,393 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഇത് 45,000-ന് മുകളിലായിരുന്നു. മരണനിരക്ക് ഇന്ന് നേരിയ തോതിൽ കൂടി. 911 പേരാണ് 24 മണിക്കൂറിനിടെ മരിച്ചത്. കേരളത്തിലാണ് പ്രതിദിന രോഗബാധ ഏറ്റവും കൂടുതൽ. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ളൊരു മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് പോകരുത്. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് പോയാൽ അത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായ ഒരു നിലപാടും പ്രതിപക്ഷം സ്വീകരിക്കില്ല. പക്ഷേ
പരാതികൾ ഉണ്ടാവും. സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ, കമ്പനികൾ നടത്തുമ്പോൾ, വ്യവസായശാലകൾ നടത്തുമ്പോൾ പരാതികൾ ഉണ്ടാവും. ആ പരാതികൾ പരിശോധിക്കുകയും വേണം. ആ പരിശോധനകൾ ഒരിക്കലും ഒരു പീഡനമായി മാറരുത്, ഹരാസ്മെൻ്റായി മാറരുത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഉറച്ച നിലപാട്. പരാതി ഉണ്ടാകാൻ പാടില്ല. കമ്പനികൾക്കെതിരായി പൊതുസമൂഹവും പരിസ്ഥിതി സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകും. ആ പരാതി പരിശോധിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ സംവിധാനമുണ്ട്. ഇപ്പോൾ കടമ്പറയാറിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്നു എന്ന് പറഞ്ഞ ഈ കമ്പനിയെക്കുറിച്ചൊരു പരാതി വന്നു. ആ പരാതി വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്താ ചെയ്യേണ്ടത്? അത് ചെന്ന് പരിശോധിക്കണം. പരിശോധിച്ച് മലിനജലം കടമ്പറയാറിലേക്ക് വിടുന്നുണ്ടെങ്കിൽ ആ മലിനജലം ട്രീറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തണം. സുപ്രീം കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ലെറ്റ് ദ പൊള്യൂട്ടർ പേ ദ മണി എന്നാണ്. ആരാണ് മലിനീകരണം ഉണ്ടാക്കുന്നത് അവർ തന്നെ മലിനീകരണ നിയന്ത്രണ സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. ഇതിനൊക്കെ ഒരു പൊതുധാരണകൾ കേരളത്തിലുണ്ട്. ഇവിടെ ഉണ്ടായ കാര്യം, അവിടെ അവർ ആക്ഷേപം ഉന്നയിച്ചത് അവിടുത്തെ MLA അവരെ നിരന്തരമായി ദ്രോഹിക്കുന്നു, നിരന്തരമായി പരാതി അയക്കുന്നു, സർക്കാരിൽ സ്വാധീനിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരെ അയക്കുന്നു എന്നാണ്. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു MLA ഒരു വ്യവസായശാലയെ ടാർഗറ്റ് ചെയ്ത് അന്വേഷിക്കുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അവരോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ UDFനെ തോൽപ്പിക്കാൻ LDFൻ്റെ B ടീമായി നിന്നുകൊണ്ടാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ഞങ്ങളുടെ പല സ്ഥാനാർത്ഥികളും അവർ കാരണം തോറ്റുപോയി. അവിടെ ഈ കമ്പനിയോട്ടൊക്കെ നന്നായി സഹകരിച്ചു പോകുന്നൊരു MLA അവിടെ ഉണ്ടായിരുന്നു. ആ MLAയെ തോൽപ്പിച്ചാണ് ഇപ്പോഴത്തെ MLA ജയിച്ചത്. ഈ MLA 2020യുടെ ഒരു പ്രോഡക്റ്റാണ്, ഞാനത് പറഞ്ഞു, ഉൽപ്പന്നമാണ്. അവരുടെ ഈ രാഷ്ട്രീയ രംഗപ്രവേശം കൊണ്ടുണ്ടായ ആളാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാര്യം എന്താണെന്നോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുമായി ഈ കമ്പനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അത് ഗവൺമെൻറ് അന്വേഷിക്കണം. അല്ല, UDFൻ്റെ പരാതി കടമ്പറയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് MLAമാർ PT തോമസ് പരസ്യമായി പറഞ്ഞാണ്. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൊരു പരാതി അല്ല. അത് ഇലക്ഷന് മുമ്പ് തന്നെ തൃക്കാക്കര നഗരസഭ പ്രമേയം പാസാക്കി ഈ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പം UDF ഞാൻ പറഞ്ഞ ഏതെങ്കിലും കമ്പനി പൂട്ടുമോ? ഗവൺമെൻറ് പൂട്ടൂലല്ലോ. ഞാൻ പറയും, ഞങ്ങളൊരു പരാതി കൊടുത്താൽ ആ പരാതി പോയി അന്വേഷിക്കണം. ഇവിടുത്തെ ഏത് കമ്പനിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ കമ്പനികൾ, ഏത് കമ്പനികളിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോവാത്തത്? ഏത് കമ്പനിയിലാണ് പരിസ്ഥിതി കമ്മിറ്റി നിയമസഭയുടെ പോവാത്തത്? ഇതൊക്കെ ഈ സ്വാഭാവികമായി ഓഡിറ്റിങ്ങിന് കമ്പനികൾ വിധേയമാകണം. ജനപ്രതിനിധികൾ പരാതി കൊടുത്താലും സാധാരണ പൗരന്മാർ പരാതി കൊടുത്താലും ആ പരാതി അന്വേഷിക്കണം. ആ അന്വേഷണത്തിന് പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും പ്രിവിലേജ് ഈ കമ്പനിക്ക് ഉള്ളതായിട്ട് എനിക്കറിയില്ല. അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രിവിലേജ് ഒന്നും ഈ കമ്പനിക്കില്ല. എല്ലാ കമ്പനി ഇപ്പോൾ FACTയെ കുറിച്ച് പരാതി വന്നാലും അന്വേഷിക്കണം, IREയെ കുറിച്ച് പരാതി വന്നാലും അന്വേഷിക്കണം, TCCയെ കുറിച്ച് പരാതി വന്നാലും അന്വേഷിക്കണം. അന്വേഷിക്കാറുണ്ട്, പരാതി കൊടുക്കാറുണ്ട് ആളുകൾ. പരാതി കൊടുത്താൽ പോയി ഗവൺമെൻറ്റിന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അവരന്വേഷിച്ച് അവർ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ അവർ തള്ളിക്കളഞ്ഞോട്ടെ. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലിനീകരണ നിയന്ത്രണ സംവിധാനം വെക്കണം. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ചില ആളുകൾ ഈ MLAമാർ UDF MLAമാർ പരാതി കൊടുത്തുകൊണ്ടാണ് കമ്പനി ഇവിടെ നിന്ന് വിടുന്നതെന്ന് പറയുന്നത് ശരിയല്ല. കമ്പനിയുടെ ഉടമ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ MLA നിരന്തരമായി പീഡിപ്പിക്കുന്നു, MLA മുഖ്യമന്ത്രി പോലും ഇടപെടുന്നില്ല, മൗനം അവലംബിക്കുന്നു, സർക്കാർ സംവിധാനങ്ങൾ അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും CPMൻ്റെ കുന്നത്ത് നടത്ത പ്രാദേശിക ഘടകവും അവർക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്ന് കമ്പനിയുടെ ഉടമ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ചില നേതാക്കന്മാർ UDFലേക്ക് തിരിച്ചുവിടണ്ട. ഞങ്ങൾ ഒരു കമ്പനി കൂട്ടാനുള്ളൊരു നിലപാട് എടുക്കൂല. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ നിലപാട് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നാണ്. ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ BJPക്കാർ പറയണ പോലെ ഞങ്ങൾ പറയില്ല. കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു സന്ദേശം കേരളത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല. ഞങ്ങളത് ഗവൺമെൻറ് എന്തെങ്കിലും പരാതികൾ ഇത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അല്ലാതെ പ്രതിപക്ഷവും എല്ലാവരും കൂടി കേരളത്തിലേക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കേരളത്തിൽ എത്ര ബിസിനസ്സുകാർ നന്നായി നടത്തുന്നുണ്ട്. ഇവിടെ പഴയതുപോലെ 70കളിലും 80കളിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ട്രേഡ് യൂണിയൻ സെക്ടറിലുള്ള ആളുകളാണ്. ഞാൻ ഈ വ്യവസായ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങളൊന്നും ഒരു സ്ഥലത്ത് സമരം പോലും നടത്തിയിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട്.
ഒരു ദശാബ്ദകാലമായിട്ട് ഒരു സമരം നടത്തിയിട്ടില്ല. സമരം നടത്താൻ ഇനി നേതാക്കന്മാർ തീരുമാനിച്ചാലും തൊഴിലാളികൾ സമ്മതിക്കില്ല. കമ്പനികൾ നിലനിൽക്കണം, കമ്പനികൾ നിലനിന്ന് അത് ലാഭമുണ്ടാക്കണം. ലാഭമുണ്ടാക്കി കഴിയുമ്പോൾ അതിന് ആനുപാതികമായ വിഹിതം തൊഴിലാളികൾക്ക് കിട്ടണം. അതിൻ്റെ അപ്പുറത്തേക്ക് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഒരു മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ അതെല്ലാം മാറി നല്ല രീതിയിൽ പോവുകയാണ്. പിന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസും അങ്ങനെയുള്ള കുറേ കൂടി സങ്കീർണമായ നടപടിക്രമങ്ങൾ ലഘൂകരിക്കണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളൊരു ആക്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് ഞങ്ങളതിനെ പിന്തുണച്ചു. ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത് ഏകകണ്ഠമായി പാസ്സാക്കി ആ നിയമം. ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങളൊരു വ്യവസായം പൂട്ടിക്കാൻ വേണ്ടി നിൽക്കില്ല. അല്ലല്ല, അത് അവർ പറയുന്നതല്ലേ അത് പരിശോധിക്കട്ടെ, സർക്കാർ പരിശോധിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ. അവരും ഇവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇവിടുത്തെ CPM-ഉം 2020 തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. ആ ബന്ധത്തിന് എവിടെയാണ് ക്ഷതം പറ്റിയത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അവർക്ക് ഇവിടെ ഈ വൈപ്പിനിലും ഈ കൊച്ചിയിലും തൃക്കാക്കരയൊക്കെ അവർക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടായിരുന്നത്? എന്ത് പ്രസക്തിയാണ് ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നത്? എന്ത് പ്രസക്തിയാണ്? കുന്നത്തുനാട് മത്സരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്ത് പ്രസക്തി? ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉമായി ചേർന്ന് വന്നുകൊണ്ടാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ഇപ്പം അവർ തമ്മിൽ തെറ്റിയതിന് ഞങ്ങളെന്താ മറുപടി പറയേണ്ടത്? അല്ല, എനിക്കറിയില്ല ഏതെല്ലാം രീതിയിലാണ് അവരെ ഹറാസ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നതെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പറയണത് ഒരു സ്ഥാപനത്തെ ഹറാസ് ചെയ്യരുത്, പീഡിപ്പിക്കരുതെന്നാണ്. പരിശോധനകൾ നടക്കണം. പരിശോധനകളിൽ നിന്ന് ഒഴിയാൻ ഒരു കമ്പനിക്കും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. പബ്ലിക് സെക്ടറിന് പോലും അതിനുള്ള പ്രിവിലേജ് ഇല്ല. പിന്നെ എങ്ങനെ സ്വകാര്യ? അല്ല, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം കഴമ്പുണ്ടോ ഇല്ലെന്ന്? സർക്കാർ വ്യക്തമാക്കട്ടെ. സർക്കാർ എന്താണ് അവിടെ ചെയ്തത്? സർക്കാർ ഇയാൾ പറയുന്നത് പോലെ അവരെ കേരളത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ഉള്ള നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ടോ? അല്ല, വ്യവസായ മന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടും അവരെ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അവരന്വേഷിക്കട്ടെ, സർക്കാർ അന്വേഷിക്കട്ടെ, ഗൗരവം ഉണ്ടെന്ന് അന്വേഷിക്കട്ടെ. ഇതൊരു മെസ്സേജായി ബാക്കിയുള്ള വ്യവസായ മേഖലയിലേക്ക് പോകരുത്, കേരളത്തിന് പുറത്തേക്കും പോകരുത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ്. കേരളത്തിലെ ആളുകൾക്ക് നിക്ഷേപം തുടങ്ങാം, കേരളത്തിലെ ആളുകൾക്ക് വ്യവസായം തുടങ്ങാം എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ. ഞങ്ങൾ മറിച്ചൊരു നിലപാട് ഞങ്ങൾ എടുക്കില്ല. അല്ല, അതായിക്കോട്ടെ, വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, കൂടുതൽ ആളുകൾ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ മെസ്സേജ്, മോശമായ മെസ്സേജ്, പഴയ മെസ്സേജ് പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ആ 70കളിലെയും 80കളിലെയും വ്യവസായ കേരളത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞങ്ങളുടെ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്തും ഞങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവന്നു. കേരളത്തിൽ ഈ IT പാർക്കുകളും ടെക്നോ പാർക്കുകളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നല്ലേ. അവിടെയൊക്കെ എത്രമാത്രം വലിയ ഈ ഇന്ത്യയിലെയും ലോകത്തിലെയും അറിയപ്പെടുന്ന എത്ര മൾട്ടിനാഷണൽ കമ്പനികൾ വന്നു. ഇവിടെയല്ലേ ഈ TCS-ഉം വിപ്രോയും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെയല്ലേ. എത്ര മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം കൂത്തകുന്നം എടപ്പള്ളി റോഡിന്റെ വികസനം ഇന്നലെ തൊട്ട് വീണ്ടും അത് ഒരു ജീവൻ വെച്ചിരിക്കുകയാണ്. അതിൽ ഈ സ്ഥലം ഏറ്റെടുപ്പിന്റെ പ്രശ്നം ഇപ്പം വീണ്ടും വരുന്നുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ മണ്ഡലത്തിലൂടെ പോകുന്നൊരു? അല്ല, സ്ഥലമേ ആ 45 മീറ്ററിൽ റോഡ് പണിയാനുള്ള എല്ലാ തീരുമാനത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. എല്ലാ തീരുമാനത്തെയും. അലൈൻമെൻറ്റിനെ സംബന്ധിച്ച് ചെറിയ പരാതികളുണ്ട്. അത് പ്രോജക്റ്റ് ഡയറക്ടറുമായിട്ടും ജില്ലാ ഭരണകൂടമായിട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ചെറിയ അപാകതകളും ന്യൂനതകളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗങ്ങളാണ് ഇന്നലെ ചേർന്നത്. പിന്നെ അതിൻ്റെ റീഹാബിലിറ്റേഷൻ പാക്കേജും അതിൽ കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയെക്കുറിച്ചും കുറച്ചുകൂടി ഗവൺമെൻറ് ഒന്ന് വ്യക്തമാക്കണം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ആ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകും. അല്ല, അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയുള്ളൊരു കേസാണത്. കാരണം ആദ്യത്തെ ഈ കുട്ടിയുടെ മൊഴിയിൽ ഈ ചെറുപ്പക്കാരനെ പറ്റിയുള്ള പരാമർശം ഇല്ലായിരുന്നു. രണ്ടാമത് അവിടെ നിന്ന് പരാതി വന്നത് ഈ എരയുടെ പിതാവിൻ്റെ സഹോദരി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിർബന്ധിപ്പിച്ച് മൊഴി കൊടുത്താണെന്നുള്ളൊരു പരാതി വന്നു. ഈ എരയുടെ പിതാവിൻ്റെ സഹോദരിയെക്കുറിച്ച് എരയുടെ മാതാവും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഈ കുട്ടിയെ കൊണ്ടുപോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിപ്പിച്ചു എന്നുള്ളൊരു പരാതി എരയുടെ അമ്മയും കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം നടന്ന വാർഡിൽ 1000-ലധികം കുടുംബങ്ങൾ ഒരുമിച്ച് ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. ഇയാൾ നിരപരാധിയാണ്, ഇയാളെ കള്ളക്കേസിൽ കുടുത്തിയതാണ്.
അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പെട്ടെന്ന് നിരപരാധിയാണെങ്കിൽ പെട്ടെന്ന് നടപടിയെടുത്താൽ അത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. അതുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ഞങ്ങളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. അല്ലല്ല, സാംസ്കാരിക നായകന്മാർ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ വളരെ ഗൗരവതരമായ പ്രശ്നം, സ്ത്രീകളും കുട്ടികളും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇരകളാവുകയാണ്, അക്രമങ്ങൾക്ക് ഇരകളാവുകയാണ്. ഈ സംഭവം മാത്രമല്ല, ഈ സ്ത്രീധന സംഭവം മാത്രമല്ല, ഇപ്പോൾ പോത്താനിക്കാടത്തെ സംഭവം, അതുപോലെ ചേവായൂരിലെ, കാസർഗോഡ്, വടകരയിൽ ഒരുപാട് സംഭവങ്ങൾ, ഹരിപ്പാട്, ഒരുപാട് സംഭവങ്ങളായി. വണ്ടിപ്പെരിയാറിൽ നടന്നത് ക്രൂരതയുടെ ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. വടകരയിലും നടന്നത് അത് തന്നെയാണ്. ഒരു പാർട്ടി പ്രവർത്തകയാണ് റേപ്പ് ചെയ്യപ്പെട്ടത് വടകരയിൽ. ഞാൻ അതിനകത്ത് രാഷ്ട്രീയമൊന്നും പറയില്ല, പ്രതികളുടെ രാഷ്ട്രീയം പറഞ്ഞ് അത് ആഘോഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. കാരണം നമ്മളിത് കാണുമ്പോൾ അതിലൊരു രാഷ്ട്രീയം കണ്ടെത്തി അതിൽ ഭരണകക്ഷിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടോ വിമർശനം ഉന്നയിക്കാനല്ല നോക്കുന്നത്. പക്ഷേ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വിഷയം മാറിപ്പോകും. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളത് അപകടകരമായ സ്ഥിതിയാണ്. നമ്മുടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഞാനാണ് പറഞ്ഞത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കേരളമാണ്, എന്തിനാണ് ഭരണകൂടം, എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ? അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരു കാര്യം, മയക്കുമരുന്നിൻ്റെ വ്യാപനം ഒരു ഘടകമാണ്. അതിനെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല. മയക്കുമരുന്നിൻ്റെ സോഴ്സുകളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഏതാണ്ട് ഇതൊരു അംഗീകരിക്കപ്പെട്ടൊരു ബിസിനസ് പോലെ, അംഗീകരിക്കപ്പെട്ടൊരു ഇൻഡസ്ട്രി പോലെ കേരളത്തിൽ മയക്കുമരുന്ന് നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇരകളാവുകയാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെയാണ് ഇത്രയും ഈ ക്രൂരമായ അതിക്രമങ്ങളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ചെയ്തത് മയക്കുമരുന്നിൻ്റെ അടിമയായിട്ട് ഈ അതിക്രമം ചെയ്താന്ന് ഞാൻ പറഞ്ഞെന്ന് പറയരുത്, പിന്നീട് അത് കേസിലെ പ്രതിയെ സഹായിക്കാനെന്ന് പറയരുത്. പക്ഷെ ഇതെല്ലാം ഘടകങ്ങളാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മുടെ സാമാന്യ യുക്തി വെച്ച് ആലോചിക്കുമ്പോൾ ഇത്രയും ക്രൂരമായ കൊലപാതകം ഒരു 6 വയസ്സുള്ള പെൺകുട്ടിയെ നടത്തണമെങ്കിൽ ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പം അത് വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയം. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരളം അഭിമുഖീകരിക്കുന്ന നിരവധിയായ വിഷയങ്ങളിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും. ചലച്ചിത്ര പ്രവർത്തക ഐഷ സുൽത്താനയ്ക്കെതിരായ രാജ്യദ്രോഹ കേസിന്റെ അന്വേഷണവുമായി ലക്ഷദ്വീപ് പോലീസ് തിരുവനന്തപുരത്ത്. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത യുവമോർച്ച നേതാവ് വിഷ്ണുവിന്റെ മൊഴിയെടുക്കാനാണ് ലക്ഷദ്വീപ് പോലീസ് എത്തിയത്. ഇത് എൻ്റെ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രശ്നം, എൻ്റെ നാടിൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ആളുകളുടെയും എൻ്റെയും പ്രശ്നം. ഞാൻ എൻ്റെ സർക്കാരിനെ അറിയിച്ച റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി. അതാണ് ഞാൻ ചെയ്തത്. അത് ചെയ്യുമ്പോൾ അതിന്ന് എൻ്റെ കയ്യിൽ നിന്ന് വീണു പോയൊരു വാക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഞാനത് കേന്ദ്രത്തിന് അഗനിസ്റ്റായിട്ട് പ്രയോഗിച്ച വേർഡല്ല. അപ്പോൾ ഇത് തിരുത്തി പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നിട്ടും എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു എലിഗേഷൻ വരുന്നു, ഇങ്ങനൊരു കാര്യം വരുന്നു. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി എൻ്റെ തലയിൽ വന്നൊരു കേസാണ്. എന്നാൽ കൂടെയും ഈ ഒരു കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ നാടിൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പിന്മാറും? VS അനു വിവരങ്ങൾ നൽകുന്നു. അനു, ഈ അന്വേഷണം അത് പല തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ഇവരുടെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇവരുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനിരിക്കുന്നു പോലീസ് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഐഷ സുൽത്താനയുടെ രാജ്യദ്രോഹ പരാമർശവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഇപ്പോൾ കവരത്തി പോലീസ് തിരുവനന്തപുരത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അന്ന് ജൂൺ 9-ാം തീയതി നടന്ന ഒരു ചാനൽ നടന്ന ചർച്ച, ആ ചർച്ചയ്ക്ക് നടത്തിയ പരാമർശത്തിലാണ് ഈ നടപടി ഉണ്ടാകുന്നത്. ഈ ചർച്ചയിൽ ഐഷ സുൽത്താനയോടൊപ്പം പങ്കെടുത്ത യുവമോർച്ച നേതാവ് അഡ്വക്കേറ്റ് BG വിഷ്ണുവിന്റെ മൊഴിയാണ് കവരത്തി പോലീസ് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്ന് വിളിച്ചു വരുത്തി രേഖപ്പെടുത്തിയത്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം ഐഷ സുൽത്താന നടത്തിയത് എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. നേരത്തെ വിഷ്ണു തന്നെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ കവരത്തി പോലീസിൽ BJP നേതാക്കൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വിഷ്ണുവിനെ സാക്ഷിയാക്കി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ കവരത്തി പോലീസ് തിരുവനന്തപുരത്ത് എത്തിയത്. ഐഷ സുൽത്താനയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DYFIയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളിലും ഒരു വ്യക്തത DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇവിടെ എത്തിയോ? വിഷ്ണുവിനെ ഇവർ കണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത് അനു?
രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് വിഷ്ണുവിന്റെ മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയത്. വിഷ്ണുവിനോട് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. നേരത്തെ ഐഷ സുൽത്താന പറഞ്ഞതുപോലെ ഇത് ഒരു സംഭാഷണത്തിന് ഇടയിലുണ്ടായ ഒരു പരാമർശം മാത്രമാണ്. അതിലവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനൊരു പരാമർശം ഉണ്ടാകാനിടയായ സാഹചര്യം സംബന്ധിച്ചാണ് വിഷ്ണുവിനോട് അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ബി.ജെ.പിയുടെ പ്രതിനിധി വക്താവ് കൂടിയായ വിഷ്ണുവിൻ്റെ മൊഴി എടുക്കാനാണ് അന്വേഷണ സംഘം ഇവിടെ എത്തിയത് എന്ന് മനസ്സിലാകുന്നു. വിഷ്ണു ഈ ചാനൽ ചർച്ചയിൽ ഐഷ സുൽത്താനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. വിഷ്ണുവിൽ നിന്ന് അത്തരത്തിൽ മൊഴികൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. പെരുമ്പാവൂർ സ്വദേശിനി ഡോക്ടർ ഇന്ദിരാ രാജനാണ് ഹർജി നൽകിയത്. ഡൌറി പ്രൊഹിബിഷൻ ഓഫീസർമാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നും ഇരകളുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. വിവാഹ സമയത്തോ അനുബന്ധമായോ നൽകുന്ന സമ്മാനങ്ങളടക്കം കണക്കാക്കി മാത്രമേ വിവാഹ രജിസ്ട്രേഷൻ നടത്താവൂ. ഇക്കാര്യത്തിൽ രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകണം. സർക്കാർ ജീവനക്കാർ സ്ത്രീധന വിരുദ്ധ സാക്ഷ്യപത്രം നൽകാൻ ഉത്തരവിറക്കണമെന്നാണ് ഹർജിയിലെ മറ്റൊരാവശ്യം. ബി.ജെ.പി. സംഘടനാ സെക്രട്ടറി എം ഗണേഷ് വയനാട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി. സി.കെ. ജാനുവിന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ കോഴ നൽകിയെന്ന കേസിൽ മൊഴിയെടുക്കുന്നതിനാണ് ഗണേഷിനെ ചോദ്യം ചെയ്യുന്നത്. വോട്ടർ പട്ടിക ചോർച്ചാ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ 6 കമ്പ്യൂട്ടറുകളും 3 ലാപ്ടോപ്പുകളും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരനായ ജോയിന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി. കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചെന്നിത്തല. സഹകരണം സംസ്ഥാന വിഷയമാണ്. സഹകരണ മേഖല വർഗീയവൽക്കരിക്കാനും സംഘപരിവാർ ശക്തികൾക്ക് ആധിപത്യം ഉറപ്പിക്കാനുമാണ് ശ്രമം. ഇത് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ ഭരണഘടനയിൽ സംസ്ഥാന വിഷയമായി സൂചിപ്പിച്ചിട്ടുള്ള സഹകരണം, അതിന് കേന്ദ്രത്തിൽ മന്ത്രാലയമുണ്ടാക്കി അതിൻ്റെ ചുമതല അമിത്ഷായെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ വർഗീയവൽക്കരിക്കാനും സംഘപരിവാർ ശക്തികൾക്ക് ആധിപത്യം സ്ഥാപിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. കണ്ണൂരിൽ രാഷ്ട്രീയ അക്രമങ്ങൾക്ക് കൊട്ടേഷൻ സംഘങ്ങളെ CPM ഉപയോഗിക്കുന്നുവെന്ന പരോക്ഷ വിമർശനവുമായി CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ. ജനയുഗത്തിലെ ലേഖനത്തിലാണ് വിമർശനം. കൊലയും കൊട്ടേഷൻ പൊട്ടിക്കലും അല്ല കമ്മ്യൂണിസം. കേസിൽ പ്രതികളാകുമ്പോൾ മാത്രമല്ല ജാഗ്രത കാട്ടേണ്ടതും തള്ളിപ്പറയേണ്ടതെന്നും CPMനെ ജനയുഗം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കൊട്ടേഷൻ സംഘങ്ങളെ CPM ഉപയോഗിച്ചുവെന്നത് കള്ളപ്രചരണമാണെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവനും വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ CPM ക്രിമിനൽ സംഘങ്ങൾക്ക് കൊട്ടേഷൻ നൽകുന്നുവെന്ന ആരോപണം വളരെ നാളുകളായി പ്രതിപക്ഷം ഉയർത്തുന്നതാണ്. ഇപ്പോൾ മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണം ഏറ്റെടുക്കുന്നു. CPMന് വലിയ തിരിച്ചടിയാണിത്. കണ്ണൂരിലെ അക്രമരാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം പ്രധാന ഘടകമാണ്. കൊലപാതക കേസുകളിൽപ്പെട്ട് ജയിലിന് പുറത്തുവരുന്ന സംഘങ്ങൾ പിന്നീട് പാർട്ടികൾക്ക് തന്നെ തലവേദനയായി മാറുകയാണ്. ചെഗുവേരയുടെ ചിത്രം കയ്യിലും നെഞ്ചിലും പച്ചകുത്തിയും ചെങ്കൊടി പിടിച്ച് സെൽഫി എടുത്തും രാഷ്ട്രീയ എതിരാളികളെ വെട്ടിനുറുക്കിയുമല്ല കമ്മ്യൂണിസ്റ്റ് ആകേണ്ടതെന്ന് ജനയുഗം ലേഖനത്തിൽ പറയുന്നു. ഈ മിനിമം ബോധം ഇവരിലെത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെന്ന രൂക്ഷ വിമർശനവുമുണ്ട്. ഈ പറയുന്ന രീതിയിൽ കയ്യിൽ പച്ചകുത്തി തലയിൽ ചോപ്പ് കെട്ടി ഞങ്ങളാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വീമ്പിളക്കുന്നവർ പോലും അച്യുതമേനോന്റെ കാര്യം പറയുമ്പോൾ അവർ ഈ നൂറ്റാണ്ടിലൊന്നും അല്ല ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. CPIയുടെ വിമർശനത്തോട് പ്രതികരിക്കാനില്ലെന്ന് A. വിജയരാഘവൻ. ഇതില് CPIM നിലപാടാണ് ഞാൻ വ്യക്തമാക്കുക. CPIM നിലപാടുകൾ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അഭിപ്രായം പറയുന്നില്ല. രാമനാട്ടുകര സംഭവത്തിനു ശേഷം CPMനെതിരെ ഉണ്ടാകുന്ന അപവാദ പ്രചരണം യാദൃച്ഛികമല്ലെന്ന് വിജയരാഘവന്റെ ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നു. ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ആർക്കും പാർട്ടിയുടെ സംരക്ഷണവും സഹായവും കിട്ടില്ല. എല്ലാ പാർട്ടികളും ഒരുപോലെയെന്ന് വരുത്താനാണ് മാധ്യമങ്ങളുടെ ശ്രമം. സംസ്ഥാനത്ത് ക്രിമിനൽ മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുകയാണെന്ന പ്രതീതി ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നതായും വിജയരാഘവൻ ആരോപിക്കുന്നു. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം.
ബാറുകളിൽ ഇന്നു മുതൽ മദ്യവിൽപ്പന ആരംഭിക്കും. കൂടിയ വെയർഹൌസ് ചാർജ് 25% നിന്ന് 13% കുറച്ചതോടെയാണ് മദ്യവിൽപ്പന ആരംഭിക്കുന്നത്. വെയർഹൌസ് ചാർജ് കൂട്ടിയ നടപടിയെ തുടർന്ന് ബാറുകളിൽ ബിയർ, വൈൻ വിൽപ്പന മാത്രമാണ് നടക്കുന്നത്. ബൗക്കോ ഷോപ്പുകൾക്ക് മുന്നിലെ തിരക്കിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതോടെയാണ് അടിയന്തരമായി ബാറുകളിലൂടെയും മദ്യവിൽപ്പന നടത്താൻ സർക്കാർ നടപടികൾ ആരംഭിച്ചത്. ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ചികിത്സയ്ക്കായുള്ള മരുന്നിന്റെ ഇറക്കുമതി തീരുവയിൽ ഇളവ് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. രോഗം ബാധിച്ച കണ്ണൂർ മാട്ടൂൽ സ്വദേശിയായ 1.5 വയസ്സുകാരൻ മുഹമ്മദിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നിന്റെ ഇറക്കുമതി തീരുവയിൽ ഇളവ് അനുവദിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. മുമ്പ് സമാനമായ സാഹചര്യത്തിൽ മുംബൈ സ്വദേശിയായ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് കേന്ദ്ര സർക്കാർ ഇളവ് നൽകിയ കാര്യം കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട മരുന്നിന് 18 കോടി രൂപയോളം ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചത്. SMA രോഗം ബാധിച്ച കണ്ണൂരിലെ കുഞ്ഞു മുഹമ്മദിന് മുൻപ് 18 കോടി രൂപയുടെ മരുന്ന് സ്വീകരിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന ഒരു കുഞ്ഞുണ്ട് തിരുവനന്തപുരത്ത്. സന്തോഷ് കുമാർ, അനുശ്രീ ദമ്പതികളുടെ മകൻ 2 വയസ്സുകാരനായ നവനീത്. രോഗത്തെ മറികടന്ന് ജീവിതത്തിലേക്ക് പിച്ചവെക്കുകയാണ് നവനീത്. യഥാർത്ഥ പേരെന്തുവാ? നവനീത്. അത് മൈക്ക്. അച്ഛൻ്റെ പേരെന്താണ്? സന്തോഷ്. അമ്മയുടെ പേരോ? ഏറ്റവും മുകളിലോ? ഏറ്റവും മുകളിൽ കണ്ണ. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫിയിൽ നിന്ന് നവനീത് തിരികെ എത്തുകയാണ്. ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി. കണ്ണൂരിലെ മുഹമ്മദിനായി മലയാളികൾ ഒന്നിക്കും മുൻപേ നവനീതിന് മരുന്ന് ലഭിച്ചിരുന്നു. 18 കോടി രൂപ വില വരുന്ന സോൾഗൻസ്മ എന്ന മരുന്ന് UK ആസ്ഥാനമായ കമ്പനിയുടെ ചികിത്സാ സഹായ പദ്ധതി വഴിയാണ് സൗജന്യമായി ലഭിച്ചത്. ഈ നോവാർട്ടിസ് എന്ന് പറഞ്ഞ US കമ്പനിയാണ് ഈ മെഡിസിൻ വരുന്നത്. അപ്പോൾ ആ കമ്പനി തന്നെ കുറച്ച് ഇത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേൾഡിലുള്ള ഈ SMA ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നറുക്കിട്ടെടുത്തിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ ലോട്ടിൽ ഉൾപ്പെടണമെങ്കിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ഇവൻ്റെ കുറച്ച് ബ്ലഡിൻ്റെ ടെസ്റ്റുകളും എല്ലാം അവർ പറയുന്ന ലിമിറ്റിലും ആ കാര്യത്തിലും ആയിരിക്കണം. ഒരു ടെസ്റ്റ് മറ്റേ നെതർലൻഡിലൊക്കെ അയച്ച് ചെയ്യുന്ന ടെസ്റ്റുകൾ. അപ്പോൾ അതും ഇതൊരു വൈറസാണ് കയറ്റിയത്, അതിന് ആൻറ്റിബോഡി ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള അതെല്ലാം സക്സസ് ആയി. അതിനുശേഷം മാത്രമേ ഈ ലോട്ടിൽ ഉൾപ്പെടുകയുള്ളൂ. അങ്ങനെ കുഞ്ഞിനെ ലോട്ടിൽ ഉൾപ്പെടുത്തി. അപ്പം അത് പിന്നെ എപ്പോഴാണ് നറുക്കെടുപ്പൊന്നും നമുക്കറിയില്ല. മാഡത്തോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അറിയിക്കും, അല്ലാതൊന്നുമില്ല. അങ്ങനെ ഈ ജനുവരി 19 ലോട്ടിൽ ഇങ്ങനെ മാഡം ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള നിമിഷമായിരുന്നു. കുഞ്ഞിനെ ലോട്ടിൽ കിട്ടിയിട്ടുണ്ട്, നവനീത് സന്തോഷ് സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ മാസവും നവനീതിന് തുടർ പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ ഫിസിയോതെറാപ്പിയും മുടങ്ങാൻ പാടില്ല. ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുട്ടികൾക്കും സർക്കാർ സഹായത്തോടെയെങ്കിലും മരുന്ന് ലഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം. ഈ അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. അതിന് കൂടുതൽ സർക്കാർ തലത്തിൽ കൂടുതൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാ ഹോസ്പിറ്റൽസിലും അതിന് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇത് നേരത്തെ അറിയാൻ പറ്റുന്നതാണ് ഇങ്ങനെയൊരു രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിന് അധികം വലിയ തുകയാകുന്നില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ തന്നെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം എല്ലാ ഹോസ്പിറ്റലുകളിലും അതിന് അവയർനെസ് എല്ലാവർക്കും കൊടുത്ത്, കാരണം ഹിസ്റ്ററി ഇല്ലാത്തവർക്കായാലും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. കരുനാഗപ്പള്ളി സ്വദേശികളായ ഇവർ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.
പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അഗളി റേഞ്ചുകളിൽ മാത്രം 7000-ലധികം മരങ്ങൾ മുറിച്ചുവെന്ന് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. മുറിച്ച മരങ്ങളുടെ കണക്ക് വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. വിവാദ ഉത്തരവ് പിൻവലിച്ച ശേഷമുള്ള മരമുറിയും നിയമവിധേയമായി മുറിച്ച മരങ്ങളുടെയും കണക്കും വനംവകുപ്പ് നൽകിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രേഖകൾ ന്യൂസ് 18 കിട്ടി. പട്ടാമ്പിയിൽ ലഹരിമരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച. പെൺകുട്ടിയെ ലഹരി മാഫിയ താമസിപ്പിച്ച ഹോട്ടലിൽ നിന്ന് പിടികൂടിയിട്ടും ഇവരെ വിട്ടയച്ചു. ഉന്നത ഇടപെടലിനെ തുടർന്നാണ് വിട്ടയച്ചതെന്ന് സൂചന. തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. നമ്മുടെ നാട് നിക്ഷേപ സൗഹൃദമാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനാവാതെ സംരംഭകർ തളർന്നു മടങ്ങുന്ന വാർത്തകളും നിരന്തരം കേൾക്കുന്നു. എന്താണ് നമ്മുടെ നിക്ഷേപ സൗഹൃദ നയത്തിന് സംഭവിക്കുന്നത്? ന്യൂസ് 18 പ്രത്യേക പരമ്പര വെള്ളാനകളുടെ നാട്. പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിന് കോടികൾ മുതൽ മുടക്കിയ സംരംഭകരെ വെട്ടിലാക്കി പൊതുമരാമത്ത് വകുപ്പ്. 2018 നിയമപ്രകാരം പമ്പുകൾക്ക് എണ്ണ കമ്പനികൾ അനുമതി നൽകിയെങ്കിലും പുതുക്കിയ നിയമം മൂലം പൊതുമരാമത്ത് വകുപ്പ് ഉടമകൾക്ക് NOC നിഷേധിക്കുകയായിരുന്നു. 1750ഓളം നിക്ഷേപകർക്കാണ് 2019 പുതുക്കിയ നിയമപ്രകാരം കോടികൾ നഷ്ടമാകുന്നത്. ഞാനിപ്പോൾ ഇതെൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ ഒത്തിരി പേര് കമ്പനിയെ കാണിച്ച് ഓക്കെ പറഞ്ഞതിന് ശേഷം പ്രോപ്പർട്ടി മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അവരൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ പെട്ടുപോയി. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് തന്നെ ചില സമയത്ത് തോന്നാറുണ്ട്. വല്ല തമിഴ്നാടോ കർണാടകയൊക്കെ പോകണമെന്ന് തോന്നും. 2018 നവംബറിലാണ് രാജ്യത്താകമാനം 55,000-ഓളം പെട്രോളിയം പമ്പുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി കേരളത്തിലും അപേക്ഷ ക്ഷണിക്കുന്നത്. ഇതിൽ നിന്നും ആദ്യഘട്ടത്തിൽ സ്ഥല പരിശോധനയടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 550 അപേക്ഷകരെ യോഗ്യരായി വിവിധ പെട്രോളിയം കമ്പനികൾ തെരഞ്ഞെടുത്തു. ഇതിനായി കോടികൾ മുടക്കി സ്ഥലം ഉൾപ്പെടെ നിയമപ്രകാരമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ സംരംഭകർ ഒരുക്കി. തുടർന്ന് പെട്രോളിയം കമ്പനികൾ തന്നെ നേരിട്ട് അതാത് ജില്ലാ കളക്ടർമാരിൽ നിന്നും സംരംഭകർക്കായി NOC തേടി. ഇതിനായി പോലീസ്, റവന്യൂ, ഫയർ ആൻഡ് സേഫ്റ്റി, പൊതുമരാമത്ത് തുടങ്ങിയ 8 ഡിപ്പാർട്ട്മെന്റുകളുടെ പരിശോധനയ്ക്കായി അയച്ചു. പിന്നീടാണ് നാടകീയമായ മാറ്റം. കേരളത്തിലെ റോഡുകളിൽ ബാധകമല്ലാതിരുന്ന IRC ഗൈഡ് ലൈൻ പുതിയ പമ്പുകൾക്ക് NOC നൽകുന്നതിന് ബാധകമാക്കി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ പഴയ നിയമപ്രകാരം പണം മുടക്കിയ 1750ഓളം സംരംഭകർ വെട്ടിലായി. ഇതിൽ ജോലി ഉപേക്ഷിച്ച് സംരംഭത്തിനായി മടങ്ങിയ പ്രവാസികളുമുണ്ട്. നമ്മൾ ആ റൂളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. ആ റൂളിനകത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്നു. പക്ഷേ സർക്കാരാണ് ആഴ്ചയിൽ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം നിയമം 144 പ്രകാരം സൈറ്റുകൾക്ക് അനുമതി നൽകുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ ശുപാർശ ആവശ്യമില്ല. സംരംഭകർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഇടക്കാല ഉത്തരവ് നേടി. എന്നാൽ കോടതി ഉത്തരവിനെ മറികടക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പൊതുമരാമത്ത് വകുപ്പ് വീണ്ടും ഉത്തരവുകൾ ഇറക്കി. എന്നാൽ പഴയ മാനദണ്ഡങ്ങൾ പ്രകാരം ലക്ഷങ്ങൾ ഫീസിനത്തിൽ ഈടാക്കിയതും കോടികൾ മുതൽ മുടക്കിയതുമായ സംരംഭകർ എന്തു ചെയ്യണമെന്നതിൽ പൊതുമരാമത്ത് വകുപ്പിന് ധാരണയില്ല. ചെറുപ്പക്കാര് പിന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അങ്ങനെ അഭ്യസ്ത വിദ്യരായ ആൾക്കാർ 2.5 വർഷമായിട്ട് യാതൊരു തൊഴിലും ചെയ്യാതെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം അന്നത്തെ നിയമത്തെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി 1 വർഷത്തിനിടയിൽ 5 ഉത്തരവുകളാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ പുറത്തിറക്കിയത്. ദേശീയപാത മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഉത്തരവുകളെന്നാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുള്ള പ്രതികരണം. അപേക്ഷകൾ നൽകുന്ന സമയത്തെ നിയമങ്ങളെല്ലാം പാലിച്ച് കോടികൾ മുതൽ മുടക്കി വ്യവസായത്തിലേക്ക് ഇറങ്ങിയ സംരംഭകരാണ് ഇവരെല്ലാം. എന്നാൽ പിന്നീട് അടിക്കടി നിയമങ്ങൾ മാറ്റി സർക്കാർ ഇവരെ വെട്ടിലാക്കി. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 382 ഗ്രാമങ്ങളിലൂടെ 1,87,980 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.